നമസ്കാരം. പ്രവാസികളെ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ജർമ്മനിയിലെ പ്രവാസികൾക്കും വിദേശികൾക്കും ഏറ്റവും അനുയോജ്യമായ 8 മൊബൈൽ ബാങ്കുകളെ, അതായത് നിയോ ബാങ്ക്സിനെ കുറിച്ചുള്ള ഒരു എക്സ്ക്ലൂസീവ് ആണ് ഇന്നത്തെ പ്രതിപാദന വിഷയം. ജർമ്മനിയിലെത്തുന്ന ഒരു പ്രവാസി നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക എന്നത്. പഴയകാല പരമ്പരാഗത ബാങ്കുകളെ അപേക്ഷിച്ച് ഇന്നത്തെ കാലത്ത് നിയോ ബാങ്കുകൾ അല്ലെങ്കിൽ മൊബൈൽ ബാങ്കുകളാണ് എല്ലാവർക്കും പ്രിയം. എന്തുകൊണ്ടാണ് ഇവ ഇത്ര പ്രശസ്തമാകുന്നത്? ജർമ്മനിയിലെ മികച്ച 8 മൊബൈൽ ബാങ്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൊബൈൽ ബാങ്കുകളുടെ പ്രത്യേകത ചോദിച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ അക്കൗണ്ട് തുടങ്ങാം. ഇംഗ്ലീഷ് ഭാഷയിലുള്ള കസ്റ്റമർ സപ്പോർട്ട്, കുറഞ്ഞ ഫീസ് എന്നിവയാണ് ഇവയുടെ പ്രത്യേകത. എന്നാൽ ഇവയ്ക്ക് നേരിട്ടുള്ള ബ്രാഞ്ചുകൾ ഉണ്ടാകില്ല എന്നത് ഓർക്കുക. ഇനി ആദ്യത്തേത് N26 ആണ്. ഇത് ബെർലിൻ ആസ്ഥാനമായ ഒരു ബാങ്കാണ്. ജർമ്മൻ ഇബാൻ ലഭിക്കുന്ന ഒരു ബാങ്കാണ്. അതായത് ശമ്പളം വരാനും വാടക നൽകാനും എളുപ്പമാണ്. ഇംഗ്ലീഷ് സപ്പോർട്ട് ഉണ്ട്. അടിസ്ഥാന അക്കൗണ്ടിന് മാസ ഫീസ് ഇല്ല. ഇതിന്റെ ദോഷം എന്ന് പറയുന്നത് ചില രാജ്യക്കാർക്ക് ഐഡന്റിറ്റി വെരിഫിക്കേഷന് കൂടുതൽ രേഖകൾ വേണ്ടി വന്നേക്കാം. അടുത്തത് ബുങ്ക് അല്ലെങ്കിൽ ഡോയ്ച്ചെ ബാങ്കാണ്. കൂടുതൽ ഫീച്ചറുകൾ ആഗ്രഹിക്കുന്നവർക്ക് മികച്ചതാണിത്. ജർമ്മൻ ഇബാൻ നൽകുന്നുണ്ട്. പല രാജ്യങ്ങളിലെ പാസ്പോർട്ടുകളും സ്വീകരിക്കും. ഇതിന്റെ ദോഷം ഫ്രീ അക്കൗണ്ടിൽ പരിമിതികളുണ്ട്. പെയ്ഡ് പ്ലാനുകൾക്ക് ചാർജ് കൂടുതലാണ്. അടുത്തത് വൈസ് ആണ്. മുമ്പ് ഇത് ട്രാൻസ്ഫർ വൈസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ജർമ്മനിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അക്കൗണ്ട് തുടങ്ങാം. അൺമെൽഡിംഗ് നിർബന്ധമില്ല. വിദേശത്തേക്ക് പണം അയക്കാൻ ഏറ്റവും ലാഭകരമാണ്. ഇതിന് ജർമ്മൻ ഇബാൻ ലഭിക്കില്ല. മറ്റൊരു യൂറോപ്യൻ ഇബാൻ ആണ് ലഭിക്കുക. ATM പിൻവലിക്കലിനും പരിധിയുണ്ട്. അടുത്തത് ടുമോറോ ആണ്. പരിസ്ഥിതി സൗഹൃദ ബാങ്കാണ്. ആരായാലും നിക്ഷേപിക്കുന്ന പണം പരിസ്ഥിതി സൗഹൃദ പദ്ധതികൾക്കായി വിനിയോഗിക്കുന്നു. ജർമ്മൻ ഇബാൻ ലഭിക്കും. പല മികച്ച ഫീച്ചറുകളും പെയ്ഡ് പ്ലാനുകളിലാണ് ലഭിക്കുക. അടുത്തത് വിവിഡ് മണി. ക്യാഷ് ബാക്ക് ഓഫറുകളും ധാരാളമുണ്ട്. ഒന്നിലധികം സബ് അക്കൗണ്ടുകൾ തുടങ്ങാം. അൺമെൽഡിംഗ് ഇല്ലാതെ തന്നെ തുടങ്ങാനും സാധിക്കും. ഇതിന് സ്വന്തമായി ബാങ്കിംഗ് ലൈസൻസ് ഇല്ല. മറ്റൊരു ബാങ്കുമായി ചേർന്നാണ് പ്രവർത്തനം. അടുത്തത് മോണസ് ആണ്. എളുപ്പത്തിൽ അക്കൗണ്ട് തുടങ്ങാം. ജോയിന്റ് അക്കൗണ്ടുകൾ ലഭ്യമാണ്. ഷോർട്ട് ടൈം താമസക്കാർക്ക് വളരെ അനുയോജ്യമായിരിക്കും. ഇതിന് ജർമ്മൻ ഇബാൻ ലഭിക്കില്ല. ഫീച്ചറുകൾ താരതമ്യേന കുറവാണ്. അടുത്തത് ട്രേഡ് റിപ്പബ്ലിക്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആപ്പ് കൂടിയാണ്. നിക്ഷേപിക്കുന്ന പണത്തിന് പലിശ ലഭിക്കും. മാസ ഫീസ് ഇല്ല. നിത്യേനയുള്ള ബാങ്കിംഗ് ആവശ്യങ്ങൾക്ക് പരിമിതികളുണ്ട്. ക്യാഷ് ഡെപ്പോസിറ്റ് സൗകര്യമില്ല. അടുത്തത് റിവോൾട്ട് ആണ്. മികച്ച ആപ്പ് ഡിസൈൻ. വിദേശ യാത്രകൾക്കും കറൻസി എക്സ്ചേഞ്ചിനും അത്യുത്തമം. ജർമ്മൻ ഇബാൻ ഇപ്പോൾ ലഭ്യമാണ്. അക്കൗണ്ട് തുടങ്ങാൻ ജർമ്മൻ ടാക്സ് ID ചോദിച്ചേക്കാം. ഇത് പുതിയ ആളുകൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയേക്കും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: N26നും ടുമോറോയ്ക്കും ക്രെഡിറ്റ് സ്കോർ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. എന്നാൽ വൈസ് അല്ലെങ്കിൽ മോണക്സ് എന്നിവ ഇതിന് സഹായകം അല്ല. ഓരോരുത്തരുടെ ആവശ്യത്തിന് വേണം ബാങ്ക് തെരഞ്ഞെടുക്കാൻ. ജർമ്മനിയിലെ നിങ്ങളുടെ ജീവിതം സുഗമമാക്കാൻ ഈ മൊബൈൽ ആപ്പ് ബാങ്കുകൾ വലിയൊരു സഹായകമാകും. മിക്ക മൊബൈൽ ബാങ്കുകളിലും അക്കൗണ്ട് തുടങ്ങുന്ന രീതി ഏകദേശം ഒരേപോലെയാണ്. വളരെ ലളിതമായ ഒരു പ്രക്രിയ ആണ് ഇത്. ഇനി അക്കൗണ്ട് തുടങ്ങുന്ന കാര്യമാണ് പറയുന്നത്. ആവശ്യമായ രേഖകൾ: അക്കൗണ്ട് തുടങ്ങുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതിയിരിക്കണം. സാധുവായ ഒറിജിനൽ പാസ്പോർട്ട്, റെസിഡൻസ് പെർമിറ്റ് അല്ലെങ്കിൽ വിസ അല്ലെങ്കിൽ ടിറ്റിൽ. യൂറോപ്യൻ ഇതര പൗരനാണെങ്കിൽ ഇത് നിർബന്ധമാണ്. സ്മാർട്ട് ഫോൺ, ബാങ്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണം. അഡ്രസ് അല്ലെങ്കിൽ അൺമെൽഡിംഗ് കാർഡ് അയച്ചു കിട്ടാൻ ജർമ്മനിയിലെ ഒരു വിലാസം വേണം. വൈസ് പോലുള്ള ബാങ്കുകൾക്ക് ഇത് നിർബന്ധമില്ല. അക്കൗണ്ട് തുടങ്ങുന്ന ഘട്ടങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസിംഗ് ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആദ്യം തിരഞ്ഞെടുത്ത ബാങ്കിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യുക. കൂടാതെ രജിസ്ട്രേഷൻ നൽകുക. നിങ്ങളുടെ ആപ്പിൽ പേര്, ഇമെയിൽ വിലാസം, ജനനത്തീയതി, ജർമ്മനിയിലെ താമസ സ്ഥലത്തെ വിലാസം എന്നിവ കൃത്യമായി രേഖപ്പെടുത്തുക. പിന്നെ അടുത്തത് പ്ലാൻ തിരഞ്ഞെടുക്കുകയാണ്. സാധാരണയായി മിക്ക ബാങ്കുകൾക്കും ഇബാൻ അക്കൗണ്ട് ഉണ്ടാവും. തുടക്കക്കാർക്ക് ഫ്രീ അക്കൗണ്ട് ആണ് നല്ലത്. പിന്നീട് വേണമെങ്കിൽ ഇൻഷുറൻസ് പോലുള്ള കൂടുതൽ ഫീച്ചറുകൾക്കായി പെയ്ഡ് പ്ലാനുകളിലേക്കും മാറാം. അടുത്തത് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ആണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ഇത് 2 രീതിയിലാകാം. ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനുമായി നിങ്ങൾ വീഡിയോ കോളിൽ സംസാരിക്കണം. അവർ നിങ്ങളുടെ പാസ്പോർട്ടും വിസയും ക്യാമറയിൽ കാണിക്കാൻ ആവശ്യപ്പെടും. സെക്യൂരിറ്റി ഫീച്ചറുകൾ പരിശോധിക്കാൻ പാസ്പോർട്ട് ചരിച്ചും തിരിച്ചും കാണിക്കേണ്ടി വരും. ചിലപ്പോൾ ഇംഗ്ലീഷിലോ ജർമ്മനിയിലോ സംസാരിക്കേണ്ടി വരും. പാസ്പോർട്ടിന്റെയും നിങ്ങളുടെ മുഖത്തിന്റെയും ഫോട്ടോ എടുത്ത് ആപ്പിൽ അപ്ലോഡ് ചെയ്യണം. അടുത്തത് ടാക്സ് ID ആണ്. ജർമ്മനിയിലെ ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ, അതായത് സ്റ്റോയർ ഐഡന്റിഫിക്കേഷൻ നമ്പർ നൽകാൻ ബാങ്ക് ആവശ്യപ്പെടും. അക്കൗണ്ട് തുടങ്ങി നിശ്ചിത ദിവസത്തിനുള്ളിൽ സാധാരണ 90 ദിവസം വേണ്ടിവരും. അടുത്തത് ഡെബിറ്റ് കാർഡ് ആണ്. വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിജിറ്റൽ കാർഡ് ആപ്പിൽ ലഭ്യമാകും. ഫിസിക്കൽ കാർഡ് വേണമെങ്കിൽ ആപ്പ് വഴി ഓർഡർ ചെയ്യാം. സാധാരണ 3 മുതൽ 5 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ കാർഡ് തപാലിൽ നിങ്ങളുടെ വിലാസത്തിൽ എത്തും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വീഡിയോ വെരിഫിക്കേഷൻ സമയത്ത് നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് ഇരിക്കണം. ഇന്റർനെറ്റ് കണക്ഷൻ സ്പീഡുള്ളതാണെന്ന് ഉറപ്പുവരുത്തണം. ബാങ്ക് ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായി ഉത്തരം നൽകണം. പരമ്പരാഗത ബാങ്കുകളെ അപേക്ഷിച്ച് മൊബൈൽ ബാങ്കുകൾക്കുള്ള പ്രധാന വ്യത്യാസങ്ങളും പരിമിതികളുമാണ് ഇനി പറയുന്നത്. പരമ്പരാഗതമായ ഹൈസ്ട്രീറ്റ് ബാങ്കുകൾ, സ്പാർക്കാസെ അല്ലെങ്കിൽ കൊമേഴ്സ് ബാങ്ക് നൽകുന്ന എല്ലാ സേവനങ്ങളും ഈ മൊബൈൽ ബാങ്കുകളിൽ ലഭ്യമാകണമെന്നില്ല. നേരിട്ടുള്ള സേവനമായിരിക്കും. പരമ്പരാഗത ബാങ്കുകൾക്ക് നേരിട്ടുള്ള സേവനമാണെങ്കിൽ ഈ ബാങ്കുകൾക്ക് നേരിട്ടുള്ള ശാഖകൾ ഉണ്ടാകില്ല. എന്തെങ്കിലും
എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ആപ്പ് വഴിയോ ഇമെയിൽ വഴിയോ ബന്ധപ്പെടാൻ സാധിക്കുകയുള്ളൂ. അടുത്തത് ഓവർ ഡ്രാഫ്റ്റ് സൗകര്യമാണ്. അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പിൻവലിക്കാനുള്ള സൗകര്യം പല മൊബൈൽ ബാങ്കുകളിലും പരിമിതമാണ്, അല്ലെങ്കിൽ ലഭ്യമല്ല. ഇനി പണം നിക്ഷേപിക്കുകയാണെങ്കിൽ നേരിട്ട് പണം അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാനുള്ള സൗകര്യം കുറവാണ്. ചില ബാങ്കുകൾ മറ്റ് പങ്കാളി സ്ഥാപനങ്ങൾ വഴിയാണ് ഇത് ചെയ്യുന്നത്. അടുത്തത് വായ്പകൾ അല്ലെങ്കിൽ ക്രെഡിറ്റ്. വലിയ തുകയിലുള്ള ലോണുകളോ ക്രെഡിറ്റ് സൗകര്യങ്ങളോ ഇവർ നൽകണമെന്നില്ല. ഈ ഗീറോ കാർഡ് ജർമ്മനിയിലെ മിക്ക കടകളിലും സ്വീകരിക്കുന്ന സാധാരണക്കാരനാണ് ഗീറോ കാർഡ്. എന്നാൽ മുകളിൽ പറഞ്ഞ മൊബൈൽ ബാങ്കുകളൊന്നും നിലവിൽ ഗീറോ കാർഡ് നൽകുന്നില്ല. പകരം വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ്, ഡെബിറ്റ് കാർഡുകളാണ് നൽകുന്നത്. ചുരുക്കത്തിൽ കൂടുതൽ സൗകര്യങ്ങളും വേഗതയും ഈ ബാങ്കുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും പരമ്പരാഗത ബാങ്കിന്റെ ചില പ്രധാന സേവനങ്ങൾ ഇവിടെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ ഹൗസ് ബിൽഡിംഗ് വിദ്യാർത്ഥികൾക്കും അല്ലാതെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കും ഒക്കെ ഇത് പ്രയോജനമാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകൾ, വിശേഷങ്ങൾ പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ.com സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.